കൃത്യമായ ഷൂസ്, പ്രത്യേകിച്ച് റണ്ണിംഗ് ഷൂസ് ഉപയോഗിച്ചില്ലെങ്കിൽ പലതരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഡോക്ടേഴ്സ് ആൻഡ് സയൻറ്റിസ്റ്റുകളുടെ ടീം നടത്തിയ പഠനം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ നമ്മളിൽ എത്ര പേർക്കറിയാം എൻ്റെ കാലിനു വേണ്ട കൃത്യമായ റണ്ണിംഗ് ഷൂസ് നോക്കി മേടിക്കുവാൻ. ഒരു കമ്പനിയോ അഡ്വർടൈസ്മെൻറ്റിനോ സപ്പോർട്ട് ചെയ്യാത്ത കൃത്യമായ നോളജ് മാത്രമേ സ്വിസ് സയൻറ്റിസ്റ്റ് നിങ്ങളുമായി ഷെയർ ചെയ്യൂ. കൃത്യമായ റണ്ണിംഗ് ഷൂസ് മേടിക്കുന്നതിന് 4 പോയിന്റുകൾ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിൽ ഒന്നാമത്തെയാണ് എന്തുകൊണ്ട് റണ്ണിംഗ്. നിങ്ങൾ ഓടുമ്പോൾ നിങ്ങളുടെ ശരീരം അതിന് കൊടുക്കുന്ന പേയ്മെൻറ്റ് എത്രയാണ്? നിങ്ങളുടെ ശരീരത്തിലെ 200 മസിൽസും 112 ലിഗമെൻസും 26 ബോൺസും 33 ജോയിൻസും ഒരുമിച്ച് പ്രവർത്തിക്കുവാണ് നിങ്ങൾ റൺ ചെയ്യുമ്പോൾ. റണ്ണിംഗ് ഇത്ര വിഗ്രസ് പ്രോസസ്സ് ആയതുകൊണ്ടാണ് നിങ്ങളുടെ മെറ്റബോളിസം കിക്ക് സ്റ്റാർട്ട് ചെയ്യാനും നിങ്ങളുടെ മൂഡ് ബൂസ്റ്റ് ചെയ്യാനും നിങ്ങളുടെ മസിൽസിലെ സ്ട്രെങ്ത് ചെയ്യാനും സ്ട്രെസ് റെഡ്യൂസിനും ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി കാലറീസ് ബേണിങ്ങിനും ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. അഡ്വർടൈസ്മെൻറ്റ് കണ്ടും കമ്പനിയുടെ പേര് കണ്ടും നമ്മൾ മേടിച്ചു കൂട്ടുന്ന റണ്ണിംഗ് ഷൂസിൻ്റെ ഗ്ലോബൽ മാർക്കറ്റ് 54 ബില്യനാണ്. ഹെൽത്തിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ നമ്മൾക്ക് ഹെൽത്ത് ആയിട്ടാണോ അതോ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് ഒരു ഹോസ്പിറ്റൽ ബില്ലായിട്ടാണോ തിരിച്ചു വരുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. പോയിന്റ് 1, എന്താണ് നിങ്ങളുടെ കാലിൻ്റെ അവസ്ഥ? പഠനങ്ങൾ പറയുന്നത് 70% ആൾക്കാർക്കും പ്രൊണേഷൻ എന്ന അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന 70% ആൾക്കാർക്കും നിങ്ങളുടെ കാലിൻ്റെ അവസ്ഥ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നതിൻ്റെ ആവശ്യകതയുണ്ട്. ബാക്കിയുള്ളവർക്ക് ന്യൂട്രൽ ഓർ സൂപ്പനേഷൻ എന്ന അവസ്ഥയാകാം. നിങ്ങളുടെ ചെരുപ്പി ഒരു സൈഡിലേക്ക് തേഞ്ഞു പോകുന്നില്ല. എക്സാക്ട്ലി അതാണ് പ്രൊണേഷൻ ഓർ സൂപ്പനേഷൻ. സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കും. ഞങ്ങൾ ആനിമേഷനിലൂടെ കാണിക്കുന്നുണ്ട് എന്താണ് സൂപ്പനേഷൻ, എന്താണ് പ്രൊണേഷൻ എന്ന്. നിങ്ങൾ നിങ്ങളുടെ നനഞ്ഞ കാൽപാദം എവിടെയെങ്കിലും പതിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഷേപ്പ് അനുസരിച്ച് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ നിങ്ങളുടെ കാലിൻ്റെ അവസ്ഥ ഏതാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാം. കൃത്യമായ റണ്ണിംഗ് ഷൂസ് ഉപയോഗിക്കാത്തവർക്ക് നിങ്ങളുടെ അസ്ഥികളുടെ മൂവ്മെൻറ്റിനെ ഇത് അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇഞ്ചുറീസ് ആയിട്ടോ കാലക്രമേണ വേദനയായിട്ടോ ഇത് രൂപപ്പെടാം. നമ്പർ 3, നിങ്ങൾ ഓടുന്ന രീതി. നിങ്ങൾ ഓടുമ്പോൾ കാല് ഭൂമിയിലേക്ക് ഉറപ്പിക്കുന്നത് ചിലർ അവരുടെ ഹീൽ ഭാഗമാണ് ആദ്യം ഭൂമിയിൽ തൊടുന്നത്, ചിലർ മിഡ് ഫൂട്ടും ചിലർ ഫോർ ഫൂട്ടും. നമ്മുടെ ഓരോരുത്തരുടെയും ലാൻഡിംഗ് ടെക്നിക് അനുസരിച്ച് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന സ്ട്രെയിൻ അത് പല തരത്തിലാണ്. ഈ സ്ട്രെയിനിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കറക്റ്റായ റണ്ണിംഗ് ഷൂസ് ഒരു പരിധിവരെ ഹെൽപ്പ് ചെയ്യുമെന്ന് പഠനങ്ങൾ പറയുന്നത്. നൗ വിച്ച് ഷൂസ് ഇസ് ബെസ്റ്റ് ഫോർ യു എന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് ഹീൽ ടു ടോ ഡ്രോപ്പ് വാല്യൂ എന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ റണ്ണിംഗ് ടെക്നിക് അനുസരിച്ച് 0, ലോ, മിഡിൽ ഓർ ഹൈ ഡ്രോപ്പ് വാല്യൂസ് നിങ്ങൾ മേടിക്കുന്ന ഷൂസിൽ കൊടുത്തിട്ടുണ്ട്. ഈ 3 ചോദ്യങ്ങളുടെ ഉത്തരം ഇപ്പോൾ നിങ്ങൾക്കറിയാം. നിങ്ങളുടെ കാലിൻ്റെ അവസ്ഥ, ഓർ പ്രൊണേഷൻ ഓർ സൂപ്പനേഷൻ, റണ്ണിംഗ് ടെക്നിക്, നിങ്ങൾ ഏത് രീതിയിലാണ് ലാൻഡ് ചെയ്യുന്നത് ആൻഡ് ഏത് സർഫസിലൂടെയാണ് നിങ്ങൾ ഓടാൻ തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങൾ ഓടുന്ന സർഫസ് അനുസരിച്ചിട്ടാണ് ഗ്രിപ്പുള്ള ഷൂസാണോ ഫ്ലാറ്റ് സർഫസ് ഷൂസാണോ രണ്ടിൻ്റെ കോമ്പിനേഷൻ ആണോ വേണ്ടത് തീരുമാനിക്കുന്നത്. നിങ്ങൾ റോഡിൽ കൂടിയോ ഗ്രൗണ്ടിൽ കൂടിയോ ഓടുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ കുഷനിങ് ഉള്ള ഷൂസാണ് വേണ്ടത്. ഇത് നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന ഇമ്പാക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കറക്ഷനാണ്. ഗ്രൗണ്ടിൽ കൂടിയോ കുറച്ച് റഫായിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടിയോ ഓടുന്ന വ്യക്തിയാണെങ്കിൽ ഏറ്റവും ഗ്രിപ്പുള്ള ഷൂസാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇനി നിങ്ങൾ വീട്ടിലിരുന്ന് ഇതുപോലെ ഓടുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ കുഷനിങ്ങും മോർ ഗ്രിപ്പും റീഎൻഫോഴ്സ് അപ്പർ സർഫസിൻ്റെയും കൂടെ കോമ്പിനേഷനുള്ള ഷൂസാണ് വേണ്ടത്. കാലാവസ്ഥയ്ക്കനുസരിച്ചും നിങ്ങൾ ഓടുന്ന സർഫസിനനുസരിച്ചും ഓരോ ഷൂസിനും എത്ര ഗ്രിപ്പ് വേണം, എങ്ങനെയാണ് അതിരിക്കുന്നതെന്നാണ് ഇപ്പോൾ സ്ക്രീനിൽ നമ്മളൊരു കമ്പാരിസനായിട്ട് 5 ഷൂസിൻ്റെ ബാക്ക് സോൾ കാണിക്കുന്നത്. ഇനി നിങ്ങൾ ബീച്ച് കോർണറിലൂടെ റൺ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നഗ്നപാദങ്ങൾ ബെയർ ഫൂട്ടാണ് ഞങ്ങൾ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്നത്. ഓവർ പ്രൊണേഷൻ ഓർ സൂപ്പനേഷൻ ഉള്ളവരുടെ ഷൂസിൻ്റെ അകത്താണ് കറക്ഷൻസ് വരുന്നത്. ഉദാഹരണത്തിന് ഓവർ പ്രൊണേഷൻ ഉള്ള ആളുടെ ഷൂസിൻ്റെ അകത്തെ സോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങോട്ടേക്കാണോ കാലിന് ചെരിവ് അതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എത്രമാത്രം ചെരിവുണ്ടോ അത്രമാത്രം എക്സ്ട്രാ സപ്പോർട്ട് കൊടുത്തുകൊണ്ടാണ് ഇത്തരം ഷൂസ് ഡിസൈൻ ചെയ്യുന്നത്. സൂപ്പനേഷൻ ഉള്ള ഒരാളുടെ ഷൂ കറക്ഷൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റാണ് ഓവർ പ്രൊണേഷൻ ഉള്ള ഒരാളുടെ ഷൂ കറക്ഷൻ. അപ്പം നിങ്ങൾ സൂപ്പനേഷനുള്ള ഒരാൾ പോയിട്ട് ഓവർ പ്രൊണേഷൻകാരുടെ ഷൂസ് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കാലിന് സാധാരണ ഒരു കറക്ഷനുമില്ലാത്തൊരു ഷൂസ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റിൻ്റെ ഡബിൾ ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഫൈനലി ഷൂസ് നിങ്ങൾ ഒരു 7-8 മാസം കൂടും റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ മാറണം. ഷൂസിനൊരു സൈഡിലേക്ക് തേയ്മാനം ചെരിവ് വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങളത് ഉപയോഗിക്കാതിരിക്കുക. ഇനി നിങ്ങളുടെ പർപ്പസ് ഓഫ് റണ്ണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫാറ്റി ആയിട്ടുള്ള ഒരാൾ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഓടുന്നതെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഷൂസിൻ്റെ വെയിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉദാഹരണത്തിന് നമുക്ക് ബോണ്ടി 7 ആൻഡ് നൈക്ക് സൂമെക്സിൻ്റെ 2 ഷൂസ് തമ്മിൽ കമ്പയർ ചെയ്താൽ ഇതിൻ്റെ വെയിറ്റ് ഡിഫറൻസ് വെറും 113 ഗ്രാമാണ്. നിങ്ങളൊരു 180 സ്റ്റെപ്സ് പെർ മിനിറ്റ് 50 മിനിറ്റ്സിൽ പോകുന്ന വ്യക്തിയാണെങ്കിൽ ഈ ഷൂസിൻ്റെ വെയിറ്റ് ഡിഫറൻസ് കൊണ്ട് മാത്രം ബോണ്ടി 7 ഉപയോഗിക്കുന്ന ആൾക്ക് 1 ഗ്രാം എക്സ്ട്രാ ലോസ് ഉണ്ടാവും. വിച്ച് കമ്പനി ഈസ് ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ഉത്തരമില്ല. കാരണം മാരത്തോൺ റണ്ണേഴ്സിൻ്റെ കഴിഞ്ഞ വർഷത്തെ ടോപ്പേഴ്സിൻ്റെ അവർ യൂസ് ചെയ്ത ഷൂസ് നമ്മൾ അനലൈസ് ചെയ്താൽ മനസ്സിലാകും
ഈ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞതുപോലെ ഓരോരുത്തരുടെയും കാലിൻ്റെ അവസ്ഥയും നിങ്ങൾ ചൂസ് ചെയ്യുന്ന സർഫസും അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട ഷൂസ് ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ടോപ്പേഴ്സ് ഓരോരുത്തരും ഉപയോഗിച്ചേക്കുന്ന കമ്പനിയും അതിൻ്റെ സ്പെസിഫിക്കേഷനും ഡിഫറൻ്റ് ആണ്. മാർക്കറ്റിൽ ഒരുപാട് പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ്. ഈ ഫീൽഡിൽ ഒരുപാട് റിസർച്ചും നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാലിൻ്റെ അവസ്ഥയും നിങ്ങൾ ചൂസ് ചെയ്ത റണ്ണിങ് സർഫസും അനുസരിച്ച് ഏത് ഷൂസ് ആയിരിക്കും മാക്സിമം ബെസ്റ്റ് ഫിറ്റ് എന്ന് നിങ്ങളെ ചൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന വെബ്സൈറ്റ്സ് അവൈലബിൾ ആണ്. ഒരു എക്സാമ്പിളാണ് ഞങ്ങളിപ്പോൾ കാണിച്ചത്. ഈ വീഡിയോ പ്രിപ്പയർ ചെയ്യാൻ ഞങ്ങൾ ഉപയോഗിച്ച റെഫറൻസ് റിസർച്ച് ആർട്ടിക്കിൾസ് ഇതൊക്കെയാണ്. അടുത്ത വീഡിയോയിൽ ഒരു ബ്രേക്കപ്പിലൂടെയോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിക്കുമ്പോഴോ ഒരു ഡിവോഴ്സിലൂടെയോ കടന്നു പോകുന്ന ആളുടെ ബ്രെയിനിൻ്റെ അവസ്ഥ ഉണ്ടാകുന്ന ചേഞ്ചസ് സെയിം ആണ്. പക്ഷേ ബ്രേക്കപ്പിൽ പ്രണയപ്പക മൂലമുള്ള കൊലപാതകങ്ങൾ കൂടിക്കൂടി വരികയാണ്. സോ ഹൗ ടു ഹാൻഡിൽ ദിസ്, എന്താണ് നിങ്ങളുണ്ടാകുന്ന ചേഞ്ചസ്, അതിനെ എങ്ങനെ പക്വമായി ഹാൻഡിൽ ചെയ്യാം എന്ന് ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും.